ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളെ കിച്ചണിലെ ഫുഡ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്, അന്ന് മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം എന്താ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മീനും ഇറച്ചി ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ, ഇവിടെ വാങ്ങാഞ്ഞിട്ടല്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ കോളിഫ്ലവർ ഉണ്ട്, കോളിഫ്ലവർ പൊരിക്കാമെന്ന് വിചാരിച്ചത്, ചിക്കനാന്ന് വിചാരിച്ച് അങ്ങോട്ട് തിന്നാന്ന് വിചാരിച്ച്. പിന്നെ അത് കോളിഫ്ലവർ ചുടുവെള്ളത്തിലിട്ട് കേക്ക് അല്ലെങ്കിൽ തിളപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ. പിന്നെ ചോറിനുള്ള വെള്ളം ഞാനിവിടെ പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിയാണ് കേട്ടോ, അനൂസിന് പനിയുള്ളതുകൊണ്ട് കഞ്ഞി വെച്ചതാണ്. ഇത് മൂക്കും ഇന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. മൂന്നാളും കൂടിയാണ് കുടിച്ചാൽ, പനിക്കാണെന്ന് വിചാരിച്ചിട്ടൊന്നും വെച്ചതല്ല കേട്ടോ. പനിയൊക്കെ കുറവുണ്ട്, മാറിന്. പിന്നെ ടോൺസസിൻ്റെ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ കോളിഫ്ലവറിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ മുറിച്ചെടുക്കണമല്ലോ. ഈ കോളിഫ്ലവർ പറഞ്ഞാൽ ഇവർക്ക് പൊരിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വാങ്ങലും ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ സാധനം വാങ്ങിയപ്പോൾ കോളിഫ്ലവർ കൊണ്ടുവരിച്ചതാണ്. അപ്പം ഇനി ഇതിനോടൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പം ഇറച്ചി മീനൊന്നും കൊണ്ടുവരണം, എന്ത് മതിയില്ലെന്നും പറഞ്ഞിട്ടോ. അപ്പോൾ കുഞ്ഞാവക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ കരച്ച മീനൊക്കെ കിട്ടണം, അതേപോലെ തന്നെ മക്കൾക്കും കിട്ടണം. പിന്നെ മക്കൾക്ക് പിന്നെ കോളിഫ്ലവർ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് തിളപ്പിക്കാൻ വെച്ചിന് കേട്ടോ. പുറത്താണെങ്കിൽ ഇങ്ങനെ മഴ വെയിൽ പറഞ്ഞാൽ നമ്മളെ പുട്ടിന് തേങ്ങടണ മതിരിയാണ് കേട്ടോ. ഇടയ്ക്കൊരു മഴ ഇടയ്ക്കൊരു വെയിൽ, അങ്ങനെ വെയിലിങ്ങനെ പറ്റിച്ചില്ലേ. ഈ തിരുമ്പിട്ടതൊക്കെ ചിക്കനുകൾക്കൊക്കെ നല്ല പണിയേക്കാരം കേട്ടോ. വേറെ പണിയെടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല, അതന്നെ ഒരു പണിയേക്കാരം. അപ്പോൾ അത് ഞാൻ മഴ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. മഴ ഉള്ളത് എല്ലായിടത്തും ഇല്ല തോന്നുന്നുണ്ട്, എൻ്റെ പേരേക്ക് വെച്ചപ്പോൾ അവിടെ ഒന്നും ആ മഴ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ കോളിഫ്ലവർ ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താണ്ട് ഇതാ തിളപ്പിച്ചാണ്ട് തീക്കാക്കി വെച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു പുഴുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടീന് കേട്ടോ. ഞാൻ ആ പുഴുവിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ മസാല കൂട്ടിയുടെ വെച്ചിരുന്നു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പടയിന്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മൾ ചോറിനുള്ള വെള്ളം അവിടെ തിളച്ചിരിക്കണം. അപ്പോൾ ഈ കരി ഇടാൻ വേണ്ടി അരി കേൾക്കൊണ്ട് നിൽക്കാണ്ട് ഫോണൊരു കയ്യിൽ പിടിച്ചാണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല വൃത്തിക്കായി കേക്ക് കിട്ടണം കേട്ടോ ഞാൻ. പിന്നെ അതാ പയറുണ്ട്, അതിനെ കൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി വെക്കാൻ വഴുതനയും പയറും കൈപ്പങ്ങയും വെണ്ടയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പയർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി എടുത്താണ്ട് വലിയ ആർഭാടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉള്ളത് എല്ലാം കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ എന്താ കറിയില്ലേ, ഞാൻ രാവിലെ പത്തിരിക്ക് ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടെന്ന് നമുക്ക് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കറി വേസ്റ്റ് ആവില്ല. അപ്പോൾ പിന്നെ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട വെച്ചാൽ അതിന് ഉള്ളിക്കൂട്ടാണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അവ ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കോളിഫ്ലവർ പൊരിച്ചെടുക്കാൻ പോകണ്ട. അപ്പുറത്ത് പയറുപ്പേരി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിരിക്കണം കേട്ടോ. അതിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് പയറുപ്പേരി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. ചില ദിവസം ഉണ്ട് ഉപ്പ് കയറുന്ന ദിവസം, ചില ദിവസം ഉപ്പ് പാകം വയ്ക്കാറ് കേട്ടോ. ചില ഉപ്പിൻ്റെ പ്രശ്നമെന്ന് തോന്നണം. ആ ഒരു ഉപ്പ് കയറുന്ന സമയത്ത് പിന്നെ ആ ഉപ്പ് കയ്യോളം കയറിയോണ്ടോ നിൽക്കാറ്. ചില ഉപ്പിന് നല്ല ഉപ്പാന്ന് തോന്നുന്നത് കേട്ടോ, എനിക്കങ്ങനെ തോന്നിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പയറുപ്പേരി ഇതായി ഇളക്കി വെച്ചിരിക്കണം. ഇനി നമ്മളെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിക്കണം. അപ്പോൾ നമ്മളെ കോളിഫ്ലവർ ഇതിക്കിട്ടിട്ട് പൊരിച്ചെടുക്കട്ടോ. ഈ കോളിഫ്ലവറിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ചോദിച്ചാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ പൊടി, ടൊമാറ്റോ സോസ്, പിന്നെ ഇപ്പം എന്താട്ടെ കുറേ സാധനങ്ങൾ ഇട്ടിന് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടെ നല്ല കച്ചറിയിലേനി, മക്കളുമായിട്ട് നല്ല സ്റ്റെൻഡ് ഏരിയ വാവ സൗണ്ടും ഒക്കെ പാടെ വന്നപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നെ വേദന എഴുതിയാലും എന്തെങ്കിലും കായം കൂട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അതാ പയറുപ്പേരി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പയറുപ്പേരി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടി പിടിച്ചോ നോക്കുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ അവിടെ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ പയറുപ്പേരി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിനി, അതൊക്കെ കേൾക്കി. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കോളിഫ്ലവർക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അത് രണ്ടുക്കും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി വേവിച്ചാളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. പാത്രം കേൾക്കാനൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. ട്രൈപ്പോഡും കാര്യമൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ എൻ്റെ ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കലും ഒക്കെ പാടെയാണ് കേട്ടോ. പണിയെടുക്കലും ഒരു കയ്യിനോണ്ടും എല്ലാം കൂടിയും ഈ ഒരു ഫോൺ കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രൈപ്പോഡൊക്കെ ഉണ്ടായാൽ പിന്നെ നമുക്കിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താൽ മതിയിട്ട് ഞാൻ അങ്ങനെ എടുക്കലുണ്ടായിനി. ഇപ്പോൾ ട്രൈപ്പോഡ് കേടെന്നാലും പിന്നെ അങ്ങനെ എടുക്കലില്ല. പിന്നെ വേറെ വാങ്ങിയിട്ടുമില്ല, അങ്ങനെ വാങ്ങാനുള്ളൊരു മൂടൊന്നും വന്നില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ എടുക്കണതല്ലേ. അങ്ങനെ ഒന്നാമത്തെ പ്രാവശ്യമുള്ളത് ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. അതിനിവിടെ അനൂസും ഫാദി മിസമോളൊക്കെ വരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചോറ്റക്ക് ഇത് തിന്നാൻ കിട്ടുമോ അറിയില്ല, ചിലപ്പോൾ ഇപ്പോൾ തന്നെ തിന്ന് തീർക്കൂട്ടോ. ഞാൻ തിന്ന് നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഇതാ വെന്തിക്കുന്നുണ്ടോ. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്തിക്കണ്. പിന്നെ പയ്യൻ്റെ വെള്ളമൊക്കെ വെക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മറ്റേതൊക്കെ അടുപ്പത്ത് വെച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പയറുപ്പേരി വന്നാണ് ഞാൻ ഓഫാക്കിന് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല, ഉണ്ടാക്കണതായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഇന്ന് എന്താ ഉണ്ടാക്കണത്, ഇറച്ചി മീനൊന്നും ഇല്ലാതെ എന്താ ഉണ്ടാക്കണമെന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതൊക്കെ ഏകദേശമൊക്കെ തിന്ന് കാലിയാവാൻ അതിന് വലുത് നോക്കിയിട്ട് എല്ലാവരും എടുത്ത് പോകുന്നുണ്ട്. ചെറുതൊക്കെ അവിടെ ഉണ്ടാണ് കേട്ടോ. ഇതിൽ കുറേയൊക്കെ പറ്റ ചെറുതായിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്തപ്പം ചെറുതായതാണോ എനിക്കറിയില്ല, മുറിച്ചപ്പോഴൊക്കെ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇനിയൊക്കെ മുറിച്ചുമ്പോൾ കുറച്ചുകൂടി വലുതാക്കി മുറിച്ചാൽ വിചാരിച്ചിട്ട്. കോളിഫ്ലവർ ഞാൻ പണ്ടെന്നോ പൊരിച്ചതാണ്, ഇപ്പോൾ അടുത്തൊന്നും ഇത് വാങ്ങിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയാൽ അപ്പം തന്നെ തീർന്നു പോവും, ഇവിടെ അങ്ങനെ തികയൊന്നുമില്ല. പിന്നെ ഞാൻ വാങ്ങിയാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി പോട്ടോ. അപ്പോൾ കോളിഫ്ലവർ എന്താണ് ഞാൻ അടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചമ്മന്തി
ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ ഇകണ്ടൂല് ഇല്ലാത്ത സാധനമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കോഴിമുട്ട പൊരിച്ചാൽ വിചാരിച്ചത്. അപ്പോൾ കോഴിമുട്ട പൊരിച്ചേണ്ടത് ഇതാക്കാൻ വിചാരിച്ചു. കോഴിമുട്ട ആയാലും ഇറച്ചി മീനും കോഴിമുട്ട ഒന്നും വേണ്ട വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഇതിന് മുമ്പ് ഞാൻ ഒരു അമ്മിമ്മൽ അടിച്ചിട്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിനി കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി എല്ലാവർക്കും കൊടുത്തിട്ട് അന്ന് എന്താ പറയുക ചട്ടിച്ചോറ് ഉണ്ടാക്കിനി, അയക്ക ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ തേങ്ങയാണെങ്കിൽ നമ്മൾ ഇളനീൻ പോലത്തെ ചെറിയ മൂക്കാത്ത തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തായാലും വറുത്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഫുള്ള് തൊലി കളഞ്ഞ് പുളി എടുത്തിക്കണം കേട്ടോ. പുളിയാണ് അതിൻ്റെ സ്പെഷ്യൽ. അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പാടെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു 8 വറ്റൽമുളകൊക്കെ എടുത്തിനില്ല. ചെറിയുള്ളിയൊക്കെ എത്രയാണ് എടുത്തത്, പിന്നെ എണ്ണ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ആ വറ്റൽമുളക് എരിവില്ല കേട്ടോ. ഞാൻ ചമ്മന്തി അരച്ച് നോക്കിയിട്ട് അപ്പം ഇനി നല്ല എരിവാണെന്നുണ്ടെങ്കിൽ അധികം വറ്റൽമുളകൊക്കെ എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കട്ടെ. ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഭവമൊക്കെ പാടെ ഞാൻ എടുത്ത് വെച്ച ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും പുളിയും ഒക്കെ പാടെ ഇതിലിട്ടിട്ട് തേങ്ങയിട്ടോ. തേങ്ങ ഞാൻ ചിരണ്ടാൻ മടിച്ചിട്ടാണ് ഇതുപോലെ മുറിച്ചെടുത്തത്. ചിരണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ നമ്മൾ വറുത്തെടുക്കൂല, അതേപോലെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ വറുത്തെടുക്കാൻ കേട്ടോ. ഒക്കെ പാടാണ് ഇട്ട് വറുത്തിട്ടാൽ മതി. ഓരോന്നോരോന്ന് എടുത്താണ്ട് ഇങ്ങനെ വറുത്തെടുക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഞാൻ ഒന്നായിക്കാൻ ഇട്ടതാണ്. ഓരോന്നിങ്ങനെ വറുത്തെടുത്തിട്ട് കോരുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും. ഞാൻ ഒന്നായിക്കാൻ ഇട്ടതാണ്. അപ്പോൾ കുറച്ചൊന്ന് വറുത്തിട്ട് അത് മിക്സിയിൽ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ചമ്മന്തിൻ്റെ റെസിപ്പി മാത്രമാണ് അതിൽ കാര്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് കുറേ വട്ടം ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് അമ്മിമ്മല അരച്ചാൽ ഇതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അമ്മിമ്മല അരക്കുമ്പോൾ എന്താ ഈ ടേസ്റ്റ് കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മിക്സിയിലും അമ്മിമ്മലൊക്കെ ഒരേപോലെ തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ അരക്കണത്. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചോറ് വിളമ്പാൻ കഴിയണില്ലേ. അപ്പോൾ ഞാൻ ചോറ് 2 കയ്യിൽ എടുത്തിക്കണം കേട്ടോ. ചോറ് കുറച്ചും കൂട്ടാൻ തോന്നി അങ്ങനെ തിന്നാന്നാണ് വിചാരിച്ചത് കേട്ടോ. സാധാരണ ഞാൻ ചോറ് കുറച്ച് തിന്നല്ല, കുറച്ച് അധികമാണ് കേട്ടോ. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവറും ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ അതാ ചമ്മന്തി കേട്ടോ. ചമ്മന്തി ഞാൻ കുറച്ച് തോനെടുത്തിക്കണേ. പിന്നെ പയറുപ്പേരിയാണ്, പയറുപ്പേരി എടുത്തിനാക്കി ഏകദേശം തീരുമാനമായിക്കണം. ഇവിടെ ഉള്ളവരൊക്കെ തിന്ന് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതാ നമ്മളെ കടലക്കറി, വെള്ളക്കടലിൻ്റെ കറിയാണ് കേട്ടോ. ഈ വെള്ളക്കടലിൻ്റെ കറിയും ഗ്രീൻ പീസൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയും കൂടി പൊരിച്ചാന്ന് വിചാരിച്ച്. മുട്ട ഉണ്ടായിന് ഫ്രിഡ്ജിൽ. പിന്നെ എൻ്റെ മടിനോട് ഞാൻ മുട്ട പൊരിച്ചില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൂട്ടി തിന്ന് ഞാൻ എനിക്കൊറ്റക്ക് മുട്ട പൊരിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ പൊരിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തിയും കോളിഫ്ലവറും പയറുപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ഞാനിതാ കഴിക്കാൻ കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്, അതും എനിക്ക് വേണ്ട വിചാരിച്ച്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് മാത്രം തിന്നാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഇതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ഒരു വെറൈറ്റി ആക്കുക. എന്നും ഇറച്ചി മീനും കോഴി തന്നെ അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മീൻ കുറച്ച് തില്ലേനിയല്ലോ, അങ്ങനെ കോഴി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ഫുഡ് റൂട്ടീന് വിട്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എത്ര രൂപ? 10 രൂപ. 10 രൂപ. എന്താ എടുത്തു കൊടുക്കണേ? മുട്ടായിയോ? അത് ഇത്രത്തുമാണ് മുട്ടായില്ലേ? ആ അത് ശരി. അപ്പോൾ ഇസമോളതാ ഉമ്മച്ചി കൊടുത്തത് മുട്ടായി ഒരു കുട്ടിരേൻ്റെ ഉള്ളിലാണെങ്കിൽ